കോൺഗ്രസ് ഭവന്റെ ഉദ്ഘാടനം ആഗസ്റ്റ് 21 വെള്ളിയാഴ്ച വൈകിട്ട് 3-ന് നടക്കും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 21-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് മങ്കടയിൽ ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ വരികയാണ്. അദ്ദേഹം മങ്കട നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഒരുക്കുന്ന സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കും. അദ്ദേഹത്തിന്റെ കൂടെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി കെ.പി.സി.സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ എ.പി. അനിൽകുമാർ, അതുപോലെ തന്നെ കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് ടി സിദ്ദീഖ്, പിന്നെ നമ്മുടെ മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി.എസ്. ജോയി, കെ.പി.സി.സി ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് എം.എൽ.എ, അതുപോലെ തന്നെ കെ.പി. നൌഷാദ് അലി എം.എൽ.എ തുടങ്ങിയ പ്രമുഖ നേതാക്കന്മാർ, കെ.പി.സി.സി ഭാരവാഹികൾ തുടങ്ങി പങ്കെടുക്കും. മങ്കടയിലെ കോൺഗ്രസ് ഭവന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി മങ്കടയിൽ വരുന്നത്. ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്ന ഇ മുഹമ്മദ് കുഞ്ഞി മാഷാണ് മങ്കട കോൺഗ്രസ് ഭവന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത്, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പിന്നീട് ഞങ്ങൾ രൂപീകരിച്ച നിർമ്മാണ കമ്മിറ്റി, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള നിർമ്മാണ കമ്മിറ്റി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പൂർത്തീകരിച്ചു. ഇപ്പോൾ 21-ാം തീയതി അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് നടക്കുന്നത്. ഈ കോൺഗ്രസ് ഭവന്റെ ഭാഗം, കോൺഗ്രസ് ഭവൻ 3 നിലകളിലാണ് പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. അതിൻ്റെ 2ാമത്തെ നിലയിൽ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് ശ്രീ ടി ഹമീദ്, അദ്ദേഹം അകാലത്തിൽ കോവിഡ് ബാധിച്ച് നമ്മളൊക്കെ വിട പറഞ്ഞു പോയ, കോൺഗ്രസ് പാർട്ടിയെ ദീർഘകാലം ഈ പഞ്ചായത്തിലും ഈ നിയോജക മണ്ഡലത്തിലുമൊക്കെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നേതാവാണ്. അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള ടി ഹമീദ് സ്മാരക ഹാളിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കെ.പി.സി.സിയുടെ വർക്കിംഗ് പ്രസിഡന്റും റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ എ.പി. അനിൽകുമാറാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് ചടങ്ങിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കും. ഈ കോൺഗ്രസ് ഭവനിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസ്, അതുപോലെ തന്നെ കോൺഫറൻസ് ഹാൾ, അതിനു പുറമെ ജനങ്ങൾക്ക് സേവന പ്രവർത്തനങ്ങൾ, പുതിയ കാലത്തെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ ഓൺലൈൻ സംവിധാനങ്ങൾ, അത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ പഞ്ചായത്ത്, ബാങ്ക് സംബന്ധമായ മേഖലകളിലെ സർക്കാർ സ്ഥാപനങ്ങളിലെ ഒക്കെ സേവന പ്രവർത്തനങ്ങൾ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിയദർശിനി സേവാ സെന്റർ എന്നുള്ള ഒരു സേവന കേന്ദ്രം കൂടി ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകരെ വിളിച്ചു ചേർത്തത്. അപ്പോൾ കോൺഗ്രസ് ഭവന്റെ ഉദ്ഘാടന ചടങ്ങ് അത് ഓണത്തിന്റെ നിറവിൽ, ഓണവുമായി ബന്ധപ്പെട്ട ഓണത്തിന്റെ സമയത്താണ്. അതുകൊണ്ട് തന്നെ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടുള്ള വിവിധ സാംസ്കാരിക പരിപാടികളും ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കെ.പി.സി.സിയുടെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ പി.ടി. അജയ് മോഹൻ, ശ്രീ വി ബാബുരാജ്, ആലിപ്പച്ച ജമീല, യു.ഡി.എഫിന്റെ ജില്ലാ ചെയർമാൻ കെ.പി. അബ്ദുൾ മജീദ് തുടങ്ങിയ നേതാക്കന്മാരും ഉദ്ഘാടന ചടങ്ങിൽ, മറ്റ് പ്രമുഖരായ നേതാക്കന്മാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. കേരളത്തിലെ യു.ഡി.എഫ് ഗവൺമെന്റിന്റെ മന്ത്രിമാരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. ഓരോ മന്ത്രിമാരും ഇവിടെ മലപ്പുറത്തൊക്കെ പരിപാടിയുള്ള സമയത്ത് തീർച്ചയായിട്ടും കോൺഗ്രസ് ഭവൻ സന്ദർശിക്കാം എന്ന് ഞങ്ങൾക്ക് ഉറപ്പു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഉദ്ഘാടന ചടങ്ങ് 21-ാം തീയതി വെള്ളിയാഴ്ച 3 മണിക്കാണ്. കറക്റ്റ് സമയത്ത് തന്നെ മുഖ്യമന്ത്രി എത്തിച്ചേരും. ആ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവണം. പ്രോഗ്രാം കവർ ചെയ്യാൻ നിങ്ങളുടെ സഹായങ്ങളൊക്കെ ഉണ്ടാവണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ തരണം. മങ്കട ഒരു ഇടുങ്ങിയ ഒരു നഗരമാണ്, അങ്ങാടിയാണ്. പക്ഷേ ഈ മങ്കടക്കൊരു പ്രാധാന്യമുണ്ട്. ഇത് വെള്ളുവ കോന്നാതിരിമാരുടെ 4 കോവിലകങ്ങളുടെ ഭരണശിലാകേന്ദ്രമായ 4 കോവിലകങ്ങളുടെ കേന്ദ്രമാണ്. അത് മാത്രമല്ല, ഒന്നും അകലെയല്ല. ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം, പക്ഷേ അസാധ്യമല്ല. പുതിയൊരു തുടക്കം കരുതലോടെ. അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും. ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി.